അംഗീകാരം ലഭിച്ച് 5 വർഷമായിട്ടും ശമ്പളം ലഭിക്കാതെ ദുരിതത്തിലായി നോഷണൽ അധ്യാപകർ. സേവന കാലയളവും ഇൻക്രിമെന്റും അംഗീകരിച്ചെങ്കിലും നിയമനം നോഷണലായതാണ് ശമ്പളം ലഭിക്കാത്ത സാഹചര്യം ഉണ്ടാക്കിയത്. അനുകൂല നടപടി ഉണ്ടായില്ലെങ്കിൽ 4 വർഷമായി തുടരുന്ന സമരം ശക്തമാക്കാനാണ് സംയുക്ത അധ്യാപക സമിതിയുടെ തീരുമാനം. 2016 അധിക തസ്തികയിൽ നിയമനം നേടിയ എയ്ഡഡ് അധ്യാപകരാണ് ശമ്പളം ലഭിക്കാത്തതിനാൽ ദുരിതം നേരിടുന്നത്. 1:1 വിദ്യാർത്ഥി അധ്യാപക അനുപാതം പാലിച്ചില്ലെന്ന് ചൂണ്ടിക്കാണിച്ച് നിയമനം നൽകാതിരുന്ന സർക്കാർ പിന്നീട് 2021 ഈ അധ്യാപകർക്ക് നിയമന അംഗീകാരം നൽകിയത്. സ്കൂളുകളിൽ വിദ്യാർത്ഥികളുടെ വർധനവ് മൂലമുണ്ടാകുന്ന തസ്തികകളിൽ കോടതി വിധി അനുസരിച്ച് നിലപാടെടുക്കാമെന്ന് മാനേജർമാർ എഴുതി നൽകിയാൽ നിയമന തീയതി മുതലുള്ള അംഗീകാരം നൽകാമെന്നായിരുന്നു സർക്കാർ ഉത്തരവ്. എന്നാൽ ഈ ഉത്തരവിൽ ആ കാലയളവിലെ സാമ്പത്തിക ആനുകൂല്യങ്ങൾ നോഷണൽ ആയിരിക്കുമെന്നും സർക്കാർ വ്യക്തമാക്കിയിരുന്നു. ഈ ഉപാധിയാണ് അധ്യാപകരെ ദുരിതത്തിലാക്കിയത്. യഥാർത്ഥത്തിൽ ലോകത്ത് എവിടെയും കേട്ടുകേൾവില്ലാത്ത വിധം ഒരു വലിയ പ്രയാസത്തിലാണ് ഞങ്ങൾ ഉണ്ടായിരുന്നത്. കാരണം ഞങ്ങൾ 5 വർഷം പണിയെടുത്തെങ്കിലും 1 രൂപ പോലും ശമ്പളം കിട്ടിയില്ല. ഞങ്ങൾക്ക് ഇൻക്രിമെന്റ് നൽകിയിട്ടുണ്ട്, പക്ഷേ അതുപോലെ തന്നെ നമുക്ക് സർവീസ് അനുവദിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഒരു ദിവസത്തെ ശമ്പളം പോലും നൽകാതെ 5 വർഷം ശമ്പളം നൽകാതെയാണ് സർക്കാർ ആ ഉത്തരവ് പ്രകടിപ്പിച്ചിട്ടുള്ളത്. ഞങ്ങൾ ഗവൺമെൻറ് പറയുന്ന എല്ലാ കണ്ടീഷൻസും പാലിച്ച അധ്യാപകരാണ്. അതുപോലെ തന്നെ ഞങ്ങളുടെ യോഗ്യത നോഷണലല്ല, സാങ്കല്പികമല്ല. ഞങ്ങൾ പറഞ്ഞ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നോഷണലല്ല. പക്ഷേ ഞങ്ങളുടെ 5 വർഷം ശമ്പളം മാത്രം നോഷണലായി എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയ സങ്കടകരമായ കാര്യം. വർഷങ്ങളായി ശമ്പളം ലഭിക്കാതായതോടെ വലിയ പ്രതിസന്ധിയിലൂടെയാണ് അധ്യാപകർ കടന്നുപോകുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് അനുകൂല നടപടി ഉണ്ടാകണമെന്നാണ് അധ്യാപകർ ആവശ്യപ്പെടുന്നത്. ന്യൂസ് മലയാളം, കോഴിക്കോട്.